കാണുന്നതാണ് കോഴിക്കോട്ടെ പട്ടാളപ്പള്ളി. കോഴിക്കോടിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ്. ഞാനിപ്പോൾ കോഴിക്കോട്ടെ മാനാഞ്ചിറ മൈതാനത്തിലാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ മാനാഞ്ചിറ മൈതാനം. മുമ്പ് കോഴിക്കോട് സാമൂതിരി ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തൊരു പബ്ലിക് പാർക്കാണ് ഈ മാനാഞ്ചിറ മൈതാനം. ഇതിന് തൊട്ടടുത്തായിട്ടൊരു കുളമുണ്ട്. ഈ കുളത്തിൽ നിന്നാണ് കോഴിക്കോട് സിറ്റിക്ക് വേണ്ട കുടിവെള്ളം എത്തിക്കുന്നത്. കോഴിക്കോടെന്ന് പറയുന്നത് ഒരുപാട് ഡിഷുകളുടെ, ഒരുപാട് ടേസ്റ്റുകളുടെ നാടാണ്. എൻ്റെ ഇന്നത്തെ ടേസ്റ്റുകൾ തേടിയുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, മാനാഞ്ചിറ മൈതാനത്തിൽ. കോഴിക്കോട് എപ്പോഴും നോൺ വെജ് ഫുഡിന് ഫേമസ് ആണ്. പക്ഷേ ഒരു നൂറ്റാണ്ടായിട്ട് ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നൂറ്റാണ്ടായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫുഡിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും. ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് ഇലയടയാണ്. ഒരു ദിവസം ഒരു 500ഓളം ഇലയടയാണ് ഇവിടെ വിൽക്കുന്നത്. അത് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത്. അത് മാത്രമല്ല, ഒരുപാട് ഓഫീസുകളിലേക്ക് ഈ ഇലയുടെ പാഴ്സൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തി ഫുഡാണ് ഇലയട എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവരോട് തന്നെ അതിൻ്റെ രഹസ്യം ചോദിച്ചു നോക്കാം. കമോൺ. ഇവിടുത്തെ ഇലയടയുടെ പ്രത്യേകത അറിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതെന്താ ചെയ്യുന്നത്? ഇത് കർപ്പൂരവും വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് തേച്ചിട്ട് ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ശരി. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷനാണ്, മേശയിലൊക്കെ ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് കർപ്പൂരം ഇട്ടിട്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈച്ച വരില്ല. ഈ ഇലയുടെ തിരുവനന്തപുരത്തൊക്കെ വത്സൻ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ വത്സൻ എനിക്ക് ഭയങ്കര കൊതിയാണ്. അപ്പോൾ എന്തായാലും ഞാനും ഉണ്ടാക്കാൻ കൂടാ. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഡ്രസ്സ് ശരിയാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ റെഡിയല്ലേ? റെഡി, തുടങ്ങിക്കളാം. എന്താ നേരത്തെ ഒരു കഥ പറഞ്ഞു വത്സൻ്റെ? അല്ല, തൃശ്ശൂരിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഇവിടെ ചോദിക്കും വത്സൻ ഉണ്ടോന്ന്. അപ്പോൾ നമ്മൾ പറയും വത്സൻ എന്ന് ലീവാന്ന് പറയും. അപ്പോൾ നമുക്ക് അടാന്നുള്ള പറയും. നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഐശ്വര്യമായിട്ട് തീ കത്തിച്ച് കഴിഞ്ഞു. ഈ ശർക്കര ഒഴിക്കുന്ന കണ്ടപ്പോൾ ശരിക്കും ഒരു തേൻ ഒഴിക്കുന്ന പോലെയാണ്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? തേങ്ങ മിക്സ് ചെയ്യാം. തേങ്ങ അതൊരു അരമണിക്കൂറോളം അത് അങ്ങനെ ചെയ്യണത്. ജീരകം ഒന്ന് അതിനകത്ത് ഇത് മൂത്ത് വരാൻ അരമണിക്കൂറോളം വേണം അല്ലേ? ഇത് തേങ്ങ ഇത് രണ്ടും കൂടിയും നല്ല അലിഞ്ഞ് വരും. എന്നുവെച്ചാൽ ഈ ശർക്കര പാനി തേങ്ങയിൽ പിടിച്ച് വരും. കുറച്ച് കഴിഞ്ഞാൽ കളർ മാറും. അത് ഇപ്പൊ തന്നെ ചെറിയൊരു മണം വരാൻ തുടങ്ങി. ഇത് ചൂടായപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ തേങ്ങയും ശർക്കരപ്പാനിയും ജീരകവും കൂടെ ചേർത്തുള്ള മിക്സ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മാവ് കുഴയ്ക്കാം അല്ലേ? അപ്പോൾ നമ്മളിതിലേക്ക് മൈദമാവ്, ഏകദേശം 1 കിലോ മൈദമാവ്, 1 കിലോ അത്ര തന്നെ അരിമാവ്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആവാൻ സഹായിക്കും. ഈ മിക്സ് ചെയ്യുന്നത് ശരിക്കും ഒരു കഠിന പ്രയത്നം തന്നെയാണ്. ഇത് ഈ മൈദ കൊണ്ട് ശരിക്കും ലൂസായി കിട്ടണമെങ്കിൽ ശരിക്കും നല്ലതാണല്ലേ? എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് മുരുകന്? ശരിക്കും ഒരു 10 വർഷം എക്സ്പീരിയൻസ്. 10 വർഷമായിട്ട് ഇവിടെ ഇലയുടെ ഉണ്ടാക്കി. മാവ് റെഡിയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് ഇലയിലല്ലേ പരത്തി എടുക്കുന്നത്? അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിരിക്കുകയാണ്. അടുത്ത ഇനി ഇല വാട്ടി എടുക്കുക എന്നുള്ളതാണ്. ഇല വാട്ടി കീറി എടുക്കുക എന്നുള്ളതാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന്. ഇതിനെ തമിഴ് ബ്രാഹ്മൺസിൻ്റെ ഇടയിൽ പൂർണ്ണം എന്നാണ് പറയുക.
അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എത്രയും എനിക്ക് സമയം ഇത് വരട്ടിയെടുക്കാൻ കഴിയുന്നുവോ അത്രയും ഇതിന് രുചി കൂടും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതൽ സമയം വരട്ടിയെടുക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു ഇൻഫർമേഷൻ, ഏറ്റവും കൂടുതൽ സമയം വരട്ടി ഇതിൻ്റെ തേങ്ങയ്ക്കകത്ത് ശർക്കര മുഴുവൻ പിടിച്ചു വരുന്ന സമയത്താണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ കഴിച്ചു നോക്കാൻ പറ്റുമോ? ഇനി അതിന് അല്പം ചേരുവ കൂടി ചേരാനുണ്ട് കേട്ടോ. ചേരാനുണ്ട്. ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ്. ഇനി അതിൽ ഏലക്ക ചേരണം, നെയ്യ് ചേർക്കണം. ചേർക്കുമ്പോൾ അതിന് നല്ല രുചി കാണും. എനിക്ക് തോന്നുന്നു ഇത് കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇലയുടെ കഴിക്കുമ്പോഴത്തേക്ക് എന്തായിരിക്കും ടേസ്റ്റ്? എനിക്ക് ഓർമ്മ വെച്ച കാലിന് ആര്യഭവനിലെ ഇലയുടെ എന്ന് പറഞ്ഞ പ്രസിദ്ധമാണ്. 40 വർഷം മുമ്പ് എനിക്ക് പരിചയമാണ്. ശരി. അന്നേ ആര്യഭവനിലെ ഇലയുടെ എന്ന് പറഞ്ഞാൽ ഇത് ഏലക്കപ്പൊടി അവസാനം ഇടാവുള്ളൂ. തീ അണച്ചതിന് ശേഷം അണച്ചതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. ഇട്ടതിന് സ്മെല്ല് വരുള്ളൂ. മറ്റേ തീ ഉണ്ടായില്ലെങ്കിൽ ഇതിന്റെ സ്മെല്ലൊന്നും ഏലക്കായുടെ സ്മെല്ല് പ്രോപ്പറായിട്ട് വരില്ല. ഓഫിന് ശേഷം മാത്രമേ ഇടാമെങ്കിൽ സ്മെല്ല് അങ്ങനെ. നിങ്ങൾക്കൊരു ടിപ്പുണ്ട്. ഈ പൂർണ്ണം ഓഫ് ചെയ്തതിന് ശേഷം, നന്നായിട്ട് ബ്രൗൺ കളറായി ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ ഏലക്ക പൊടി ചേർക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ സ്മെല്ല് ഈ തീയിലിട്ട് കഴിഞ്ഞാൽ അത് വെന്ത് അതിൻ്റെ സ്മെല്ല് പോകും. കുറച്ച് നെയ്യ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. ഇത് തന്നെ ധാരാളമാണ്. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ധാരാളമാണ്. പിന്നെ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടി നെയ്യ് ചേർക്കാം. കുറച്ചധികം തന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ്. വാട്ടി കഴിഞ്ഞാൽ ഇല വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും. ഇനി നിറയ്ക്കുകയാണ് അല്ലേ? ഇനി ഇതിൻ്റെ ഒരു പ്രധാന സംഭവമാണ് ഇല മടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതരം മടക്കാണ്. അപ്പോൾ അത് നമുക്ക് പഠിക്കണ്ടേ? കുഴച്ച മാവാണിത്. വളരെ അതിൻ്റെ മടക്ക് ശ്രദ്ധിക്കുക. ഒരു 3-4 എണ്ണം ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ ഇതിന്റെ മടക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇവരുടെ ഒരു സീക്രട്ടാണ്. ചെയ്ത് നോക്കാം, വേണം ട്രൈ ചെയ്യാം. ശ്രദ്ധിക്കുക. സെക്കൻഡ് ഫുള്ളായിട്ട് ഈ സൈഡ് എന്നിട്ട് സെൻറ്റർ ബാക്കോട്ട് ഫോൾഡ് ചെയ്താൽ റൈറ്റ്. കേട്ടോ, ഒരു തോണിയുടെ ഷേപ്പായി. ചെറിയ തോണി ആയിപ്പോയെന്നുള്ളൂ. ചെറിയ തോണി ആയിപ്പോയെന്നുള്ളൂ. എന്നാലും ഞാനൊരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രൈ. ഇപ്പോൾ നമ്മുടെ ഇലയുടെ പ്രിപ്പറേഷൻ ഒരു 3/4 ഭാഗം കഴിഞ്ഞു. തോണിയുടെ ഷേപ്പിൽ ഇലയൊക്കെ ഒരു ട്രേ നിറയായി. ഇനി ആവിയിൽ പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവിയിൽ പുഴുങ്ങുന്ന ചെമ്പ് റെഡിയാവുന്നവരെ നമ്മുടെ ആവിച്ചെമ്പ് റെഡിയാണ്. തോണിയുടെ ഷേപ്പിലുള്ള ഇലയുടെ റെഡിയാണ്. ഇനി ഇതിൽ അടുക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ മുഴുവൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം 100-110 ഇലയുടെ ഇവിടെ റെഡിയാണ്. ഇനി ഒരു 15 മിനിറ്റ് നേരം ഒരു ചെറിയ ബ്രേക്ക്. വെന്തല്ലേ? ശരിക്കും പൊളിഞ്ഞു വരുള്ളൂ അല്ലേ? എന്നാലും വന്നിട്ടുണ്ട് കറക്റ്റ്. ഇത് ശരിക്കും കണ്ടിട്ട് തന്നെ കൊതിയാവുക അല്ലേ? ഉഗ്രം ടേസ്റ്റാണ്. നല്ല തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ ഇല്ല ഇത് 500-600 എണ്ണം പോകുന്നത്. നമ്മളിവിടെ മാത്രമുള്ളൊരു സ്പെഷ്യൽ ഇതാണ്. ഇവിടെ മാത്രമേ ഉണ്ടാകുള്ളൂ. ഇതല്ലാണ്ട് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ? വേറെ ഇവിടെ സ്പെഷ്യൽ ചായ ഉണ്ട്, SPT സ്പെഷ്യൽ ചായയാണ്. പിന്നെ പൂരിയുണ്ട്, വലിയൊരു പൂരി ആയിട്ടാണ് വരുന്നത്. അത് നോർത്ത് ഇന്ത്യൻ ശരിക്കും? നോർത്ത് ഇന്ത്യ നമ്മളിവിടെ തന്നെയുള്ള വലിയൊരു പൂരി ഇതായിട്ടാണ് ചോള വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് SPTയിലേക്ക് പോവാം, സ്പെഷ്യൽ ടീ. അതുവരെ ഒരു ചെറിയ ബ്രേക്ക്. ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ.
കോഴിക്കോടൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, കുടിച്ചതിലും വലുതാണ് മാളത്തിലെന്ന്. SP ചായ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് 3 ടൈപ്പ് SP ചായ ഉണ്ട്. തേയില കട്ടൻ ചായയിൽ ഒരു SP ഉണ്ട്, പിന്നെ പാല് ചേർത്തിട്ടുള്ള 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ മൊത്തം 3 ടൈപ്പ് SP ആണ് ഇവിടെ പ്രകാശേട്ടൻ നമുക്ക് വേണ്ടി അടിച്ചു തരാൻ പോകുന്നത്. തുടങ്ങാം. പുള്ളിയുടെ ഒരു സ്റ്റൈലൊക്കെ കണ്ടില്ലേ, ഒരു ചായ കുടിച്ചുകൊണ്ടാണ് ബാക്കി വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത്. ഒരു ദിവസം എത്ര ചായ കുടിക്കും പ്രകാശേട്ടൻ? ദിവസം ഒരു 6 എണ്ണം കുടിക്കും. 6-7 എണ്ണം. ഇതിപ്പോൾ ഏത് ടൈപ്പാണ് ചെയ്യുന്നത്? ഇതാവും ഇത് മേലെ കഷ്ണം മേലെ മേലെ നിൽക്കുന്നത്. കണ്ട ഈ ഭാഗത്ത് കണ്ടോ, 2 ലെയറായിട്ടാണ് നിൽക്കുന്നത്. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റും? വെറുതെ സ്പൂൺ വെച്ച്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ് പ്രകാശേട്ടൻ്റെ ആദ്യത്തെ SPT. ഐശ്വര്യമായിട്ടൊന്ന് കുടിച്ചു നോക്കാം. ബൈ കടക് ചായ. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പ്രകാശേട്ടന് ചായ അടിക്കുന്നതിന്? 16 വർഷമുണ്ട് അല്ലേ? മുമ്പ് ഒരിക്കൽ ഒരു സായിപ്പ് ഇവിടെ വന്ന സമയത്ത് ഇത് കണ്ടിട്ട് ഇത്രയും നീളത്തിന് ഇങ്ങനെ ചായ അടിക്കുന്നത് കണ്ടിട്ട് പുള്ളി വളരെ അതിശയിച്ചിട്ട് അമേസിങ് വണ്ടർഫുൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഗിവ് മീ 2 meters ഓഫ് ടീ എന്നാണ് പറഞ്ഞു. 2 മീറ്റർ നീളത്തിൽ ഇങ്ങനെ. അപ്പോൾ 16 വർഷം ആയി പ്രകാശേട്ടൻ ഇത് ചായ അടിക്കുന്നത് തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സ്പെഷ്യൽ ടീ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് അഭിപ്രായം പറയുന്നത്? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം തന്നെ. എല്ലാവരും നല്ല അഭിപ്രായം പറയാറ്. വന്ന് പറയാറുണ്ട്? ആരെങ്കിലും വന്ന് പറഞ്ഞ ഇതുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മുടെ സ്പെഷ്യൽ ടീ എന്താ? ഇത് കട്ടനിലുള്ള സ്പെഷ്യലാണ് അല്ലേ? ഇതൊരു സ്പെഷ്യൽ കട്ടനാണ്. ആദ്യം തേയില ഇട്ടു, പിന്നെ പഞ്ചസാര ഇട്ടു, പിന്നെ നല്ല ചൂട് തിളയ്ക്കുന്ന വെള്ളം അതിലേക്ക് ഒഴിച്ചു. ഇനി ഇത് കുടിക്കാൻ സമയത്ത് മാത്രം നമുക്ക് ആ സമയത്ത് മാത്രം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കണ്ടോ, ഇതൊരു മാജിക്കാണ്. പ്രകാശേട്ടൻ്റെ ഒരു മാജിക്കാണ്. സ്പെഷ്യൽ കട്ടൻ ചായ കണ്ടോ, നോർത്ത് ഇന്ത്യൻ ലാൽ ചായ. ഉഗ്രം കട്ടൻ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രകാശേട്ടൻ്റെ ഒരു വെരി സ്പെഷ്യൽ സാധനമാണ്. സാധനം 16 വർഷമായി പ്രകാശേട്ടൻ ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാ സമയത്തും SPT അടിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ ഫ്രീ ഉള്ള സമയത്ത് പുള്ളിയുടെ മൂഡിനനുസരിച്ച് ഉഗ്രൻ SPT നമുക്ക് കിട്ടും. അപ്പോൾ ഇത് പോകുന്നത് വളരെ റെയർ ആയിട്ടുള്ളൊരു SPT ആണ്. ഇതിന് മറ്റൊരു മാജിക് കൂടിയുണ്ട്. ഇത് ഗ്ലാസ് പതുക്കെ ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇങ്ങനെ ഒരു വേവ്സ് ഉണ്ടാവും അതിനകത്ത്. കണ്ടോ, ഗ്ലാസ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേവ്സ് ഉണ്ടാവും. ഏറ്റവും അടിയിൽ പഞ്ചസാര, അതിൻ്റെ മുകളിൽ ഡിക്കേഷൻ, അതിൻ്റെ മുകളിൽ ചായ, അതിൻ്റെ മുകളിൽ പാല്, പല പല വെറൈറ്റിയാണ്. കണ്ടോ. ഇനി അടുത്ത മാജിക്ക്, ഇതിന് ശരിക്കുള്ള സ്ട്രോങ് ടീ ആയി മാറുന്ന ശ്രദ്ധിക്കുക. ഇനി ടേസ്റ്റ് കൂടെ ഉണ്ടോയെന്ന് അറിയണമല്ലോ.
ഉഗ്രൻ ചായ. ചായ കൊതിയന്മാർക്ക് ഒരു സന്തോഷ വാർത്ത. ചായ കൊതിയന്മാർക്ക് മാത്രമല്ല, സാധാ ചായ അടിച്ചടിച്ച് ബോറടിച്ചിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. നിങ്ങൾക്കും ഈ ചായ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതൊരു ഹോട്ടൽ സെറ്റപ്പാണ്. അപ്പോൾ ഇവിടെ സമോവറൊക്കെ ഉണ്ട്. പക്ഷേ സമോവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയൊരു ഡിക്കോഷൻ്റെ പാത്രം മേടിച്ച് വീട്ടിൽ വെച്ചാൽ മതി. ട്രൈ. ഇത് കുടിച്ച് തീരുന്നവരെ ഒരു ചെറിയ ടീ ബ്രേക്ക്. ഇനിയിപ്പോൾ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ആര്യഭവൻ സ്പെഷ്യൽ ചോളാപൂരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രമേശാണ്. അപ്പോൾ തുടങ്ങാം രമേശ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ചേരുന്നത്? ഇതിന് മൈദ ഇടുക. മൈദ റവയുണ്ട്, ആട്ടയുണ്ട്, പഞ്ചസാരയുണ്ട്, ഉപ്പുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ തുടങ്ങാം. ആദ്യം എന്താ ചെയ്യുന്നത്? ആട്ട ഇടാം ആദ്യം. അതിൽ കുറച്ച് മൈദ ഇടാം, കുറച്ച് റവയും. റവ ഇടുന്നത് ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ. പിന്നെ എണ്ണ ഉണ്ടാവില്ല. എണ്ണ കുടിക്കൂല. പക്ഷേ റവ ഇട്ടില്ലെങ്കിൽ പൊന്തൂല, പക്ഷെ നിൽക്കൂല. ബോൾ പോലെ നിൽക്കൂല, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു. ശരിക്കും ആ പൂരി കറക്റ്റ് ബോൾ പോലെ ബോൾ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടും ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടും ആണ് ഈ റവ ഇതിൽ ചേർക്കുന്നത്. അതിൽ ലേശം ഉപ്പും ചേർക്കണം. ഉപ്പ്, അതെ. പഞ്ചസാരയും ചേർക്കും. ലേശം പഞ്ചസാര. പഞ്ചസാര ഇടുന്നത് എന്തിനാണ്? പഞ്ചസാര ഇടുന്നത് വെച്ചാൽ പിന്നെ ഈ സാധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ ഉണ്ടാവും. ശരി, പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് കളർ, ഒരു ഗോൾഡൻ കളറും കിട്ടും. പിന്നെ എണ്ണ ഉണ്ടാവില്ല, എണ്ണ കുടിക്കുകയില്ല. നല്ലൊരു ടേസ്റ്റ്, പ്രത്യേക ഇതിനൊരു ടേസ്റ്റ് കിട്ടും. പഞ്ചസാര ഇടുന്നതുകൊണ്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, എണ്ണ കുടിക്കില്ല, പൂരി എണ്ണ കുടിക്കില്ല. പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളർ ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അതിൽ ലേശം ഓയിലും ചേർക്കാം. ഇനി വെള്ളം ഒഴിച്ച് ഇത് കുറച്ച് തിക്കായിട്ടാണ് കുഴച്ചെടുക്കുന്നത് അല്ലേ? അതെ. അപ്പം മൈദയും റവയും ആട്ടയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ള ഇത് റെഡിയായി, ഏകദേശം റെഡിയായി. ഇത് ഇങ്ങനെ കുഴയ്ക്കുന്ന കണ്ടിട്ട് എനിക്കിവിടെ കുഴയ്ക്കാൻ തോന്നാം. ഇത് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ തിക്കായിട്ടാണ് കുഴയ്ക്കുന്നത് അല്ലേ? ചപ്പാത്തി കുറച്ചുകൂടെ ലൂസായി. എത്ര ടൈറ്റ് ആക്കുന്നുണ്ടോ അത്രയും പൂരി നന്നാവും. നിങ്ങൾക്കൊരു ടിപ്പുണ്ട്. മാവ് എത്രയും ടൈറ്റ് ആയിട്ടിരിക്കുന്നോ അത്രയും പൂരി നന്നാവുമെന്നാണ് പറയാം. ചെറിയ ബോളായിട്ട് പിടിക്കുക. എല്ലാ അളവും കറക്റ്റ് ആയിരിക്കും. കറക്റ്റായി. ഈ രീതിയിൽ ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. ശരിക്കും ശരിക്കും അമർത്തി പോകും. ഒരു ഇതായി. അപ്പോൾ നമ്മുടെ പൂരിക്കുള്ള ബോൾസൊക്കെ റെഡിയാണ്. ഇനി ഇത് പൂരിയാക്കി പരത്തിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മരച്ചീനിയുടെ പൊടിയാണ്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്, കുറേ സമയം വരെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് അല്ലേ? അതെ. മരച്ചീനിയുടെ പൊടി. ഇതിപ്പോൾ പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ മരച്ചീനി പൊടി ഇട്ട് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇത് റൗണ്ട് ഷേപ്പാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക. അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ശരിക്ക് പരത്തി എടുക്കണമെങ്കിൽ ഒരു 5 മിനിറ്റ് അതിനെ സെറ്റ് ചെയ്യാനായിട്ട് സമയം കൊടുക്കുക. റെഡി. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓ, പോയിക്കോളൂ. ഇപ്പോൾ രമേശ് ഉണ്ടാക്കുമ്പോൾ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലിരിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അമേരിക്കയുടെ ഭൂപടം പോലെ ആയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. അത്രയ്ക്കുള്ള പ്രശ്നമില്ലല്ലേ? എനിക്കൊരു ഭാവി ഉണ്ടോ രമേശ്? അതുണ്ടാവും. കണ്ടോ, പ്രൊഫഷണലായി. നമ്മുടെ എണ്ണ തിളച്ചോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു സൂത്രമുണ്ട്. നമ്മുടെ ചൂണ്ടുവിരലെടുക്കുക, എണ്ണയിൽ മുക്കുക, പൊള്ളുന്നുണ്ടെങ്കിൽ എണ്ണ തിളച്ചു. അതുകൊണ്ട് അങ്ങനെയല്ല, എണ്ണ തിളയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലൊരു പുക വരും. അപ്പോൾ എണ്ണ തിളച്ചു എന്നറിയാം. നമ്മുടെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ പൂരി ഇടാൻ പോവുകയാണ്.
അല്ലേ? അതെ. എണ്ണ തിളച്ചു. കണ്ട, അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഇതെങ്ങനെ റെഡിയായി എന്നറിയാൻ പറ്റിയ ഒരു ഗോൾഡൻ യെല്ലോ കളർ. ഗോൾഡൻ കളർ വന്നല്ലോ. അപ്പോൾ ഈ കളർ വെച്ചാൽ ബന്ധു വെച്ചാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇത് പിന്നെ തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, കരിഞ്ഞതിൻ്റെ ഒരു മണം. അപ്പോൾ എപ്പോഴും ചൂടോടുകൂടി ഉപയോഗിക്കും. യെസ്. ഓർഡർ വന്നതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? അതെ, ഓർഡർ അനുസരിച്ചാണ് എണ്ണയിലിടുന്നത്. അതിലിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിലും ഒരു പ്രൊഫഷണലിസം വേണമല്ലോ. ഇപ്പോൾ രമേശ് നേരത്തെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടത്. പതുക്കെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ പതുക്കെ പതുക്കെ ഒരു ആഫ്രിക്കയുടെ ഷേപ്പ് ആയിട്ടുണ്ട് മൊത്തം. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ? അതുണ്ടാവും. അപ്പോൾ ആദ്യം പഠിക്കുന്നതല്ലേ, ഏ ആദ്യം പഠിച്ച് വരണ്ടേ. ആദ്യം പഠിച്ച് വരണ്ടേ? കണ്ടോ, ചോളാപ്പൂരി റെഡിയാണ്. ചോളാപ്പൂരിയുടെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ചെറുതായിട്ട് കണ്ടോ, അതിനകത്ത് നിന്ന് ആവി വരും. ഇനി വളരെ ക്രിസ്പി ആയിട്ടുള്ള ചോളാപ്പൂരി നമുക്ക് കഴിക്കാൻ പറ്റും. ഉഗ്രൻ ടേസ്റ്റ്. പുതിയ ഡിഷിൻ്റെയൊക്കെ സീക്രട്ട് നമുക്കും പറഞ്ഞു തരണം. അപ്പോൾ ഈ ആര്യഭവനിലെത്തിയത് കൊണ്ട് എൻ്റെ വയറും ഫുള്ളായി. നിങ്ങൾക്ക് 2 ഡിഷും 3 SP ടീയും കിട്ടി. അപ്പോൾ ഇനി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കുറേ SP ഡിഷസുമായിട്ട് ഞാനെത്തും. അതുവരെ